ആഗോള രാഷ്ട്രീയ ഭൂപടത്തെയും ലോക സമ്പദ് വ്യവസ്ഥയെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ ഔദ്യോഗികമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ എണ്ണക്കടത്ത് പാതയിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി തുറന്നു കൊടുത്തിരുന്നുവെങ്കിലും വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ പാതയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ തീരുമാനിക്കുകയായിരുന്നു. എന്താണ് ഇറാന്റെ പുതിയ നീക്കത്തിന് പിന്നിലെന്ന് വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മേഖലയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന സുസ്ഥിരമായ ഒരു കരാറിൽ അന്താരാഷ്ട്ര സമൂഹം ഒപ്പുവെക്കാനും തയ്യാറാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരും എന്നാണ് ഇറാന്റെ ഉന്നത സുരക്ഷാ സമിതിയായ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നൽകുന്ന ഔദ്യോഗിക മുന്നറിയിപ്പ്. തങ്ങളുടെ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമവിരുദ്ധമായ നാവിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കാതെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ ഭരണകൂടം തറപ്പിച്ചു പറയുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇറാന്റെ കടുത്ത മുന്നറിയിപ്പുകൾ ലംഘിച്ച് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നാവികസേന വെടിവെച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കടലിടുക്കിനോടടുക്കുന്ന ഏതൊരു കപ്പലിനെയും ശത്രുവിനോട് സഹകരിക്കുന്നതായും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായും കണക്കാക്കി ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈകളിലാണെന്നും വിദേശ ശക്തികളുടെ ഇടപെടലുകളെ സൈനികമായി നേരിടുമെന്നുമുള്ള ഇറാന്റെ പ്രസ്താവന മേഖലയെ ഒരു വലിയ യുദ്ധഭീതിയിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. അതിരൂക്ഷമായിട്ടാണ് ഇറാന്റെ ഈ നീക്കത്തോട് അമേരിക്ക ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ബ്ലാക്ക്മെയിലിംഗ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നടപടിയെ വിശേഷിപ്പിക്കുന്നത്. ആഗോള വിപണിയെയും ലോകരാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്നും ബുധനാഴ്ചയ്ക്ക് മുൻപ് ഒരു കൃത്യമായ കരാറിലെത്തിയില്ല എങ്കിൽ നിലവിലെ 10 ദിവസത്തെ വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ നാവിക ഉപരോധം ഒരു മണ്ടത്തരമാണെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പ്രതികരിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ലോകത്തിന്റെ ഇന്ധന വിതരണം തടസ്സപ്പെടുത്തുകയാണെന്നുമാണ് വൈറ്റ് ഹൗസ് വക്താക്കൾ ആരോപിക്കുന്നത്. ലോകത്തെ മൊത്തം പെട്രോളിയം വിതരണത്തിന്റെ 20% ആശ്രയിക്കുന്ന ഈ പാത തടസ്സപ്പെടുന്നത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇറാന്റെ ഈ തന്ത്രപരമായ നീക്കം കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ്. തങ്ങൾക്കെതിരെ നടക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്കിനെ ഒരു പ്രതിരോധ കവചമായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്ന ആശങ്കയിൽ പല രാജ്യങ്ങളും തങ്ങളുടെ ഊർജ്ജ നയങ്ങൾ പുനഃപരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ഒരു രാഷ്ട്രീയ പരിഹാരം ഉടൻ ഉണ്ടായില്ല എങ്കിൽ ഹോർമൂസ് കടലിടുക്കിലെ ഈ തർക്കം ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക സൈനിക സംഘർഷമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്താരാഷ്ട്ര സമൂഹം വരും ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ പ്രതിസന്ധിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാവും.